നമസ്കാരം. അപ്പം ദേ വീണ്ടും നവരാത്രി കാലം എത്തി ആൻഡ് ഞങ്ങൾ ഗൊലു അറേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പടിയിലുള്ള മെയിൻ ഗൊലു ഒക്കെ നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ടുള്ള മിനുക്ക് പണികൾ, അതായത് അവസാനത്തെ ഡെക്കറേഷൻ വർക്കുമായിട്ടാണ് ഞങ്ങൾ ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങൾ ഈ പ്രാവശ്യം വെച്ചിരിക്കുന്ന ഗൊലു. ഇപ്പോൾ ഡെക്കറേഷൻ്റെ ലാസ്റ്റ് ഭാഗമായിട്ടാണ് ഇപ്പോൾ ഞങ്ങൾ ഷൂട്ട് ചെയ്യുന്നത്. ഇത് തേജസ്വിനി, ഇത് ദേവിക, അത് ഗീതക്കൻ, ഇത് സീതമാമി, ഇത് രാധക്കുട്ടി മാമി, ആൻഡ് ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ് ഞാൻ. ഹായ്. അപ്പം ദേ ഗൊലു ഒക്കെ അറേഞ്ച് ചെയ്ത് കഴിഞ്ഞു. ഈ പ്രാവശ്യം ഒരു എക്സ്ട്രാ സെറ്റ് ഓഫ് ഗൊലു ഞങ്ങൾ ഇവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. കൃഷ്ണ ലീലകൾ ഡെപ്പിക്റ്റ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു അറേഞ്ച്മെന്റ് ഞങ്ങൾ താഴെ ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ കുറച്ചും കൂടി വർക്ക് പെൻഡിങ് ഉണ്ട് കേട്ടോ. അപ്പം അത് ചെയ്ത് തീർക്കാനുണ്ട്. അങ്ങനെ ഗൊലും സെറ്റ് ചെയ്ത് ഞങ്ങൾ ഇരിക്കുമായിരുന്നു. ലാസ്റ്റ് ഒരു ഫോട്ടോ. ഇത് നെക്സ്റ്റ് ഡേ ആണ്, അതായത് നവരാത്രിയുടെ ഫസ്റ്റ് ഡേ. അപ്പോൾ ഗൊലുവിൻ്റെ അവിടുത്തെ വിളക്കൊക്കെ കത്തിച്ച് പൂജയൊക്കെ ആരംഭിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം തന്നെ ശ്രീകോവിലിൽ നിന്ന് തിരിതെളിയിച്ച് കൊണ്ടുപോയി ആ ജ്യോതിയാണ് നമ്മൾ ഗൊലു വച്ചിരിക്കുന്നതിൻ്റെ അവിടെയുള്ള വിളക്കുകളിലോട്ട് പകർന്ന് പിന്നെ നമ്മുടെ നവരാത്രി 9 ദിവസത്തെ പൂജകളും കാര്യങ്ങളും ഒക്കെ ആരംഭിക്കുന്നത്. അപ്പം ആദ്യത്തെ പണിയാണ് വിളക്കത്തിക്കുക. അപ്പോൾ നാമജപവുമായിട്ട് ചുറ്റമ്പലം പ്രദക്ഷിണവും വെച്ചുകൊണ്ടാണ് ഞങ്ങൾ ഗൊലുവിൻ്റെ അടുത്ത് പോയത്. അപ്പോൾ നവരാത്രിയുടെ ഫസ്റ്റ് ഡേയുടെ കളർ വൈറ്റ് ആണ്. അപ്പോൾ അതാണ് എല്ലാവരും മാക്സിമം എല്ലാവരും വൈറ്റ് സാരി ഒക്കെ ഉടുത്തിരിക്കുന്നത്. അങ്ങനെ നമ്മൾ ഗൊലു വെച്ചിരിക്കുന്നതിൻ്റെ അടുത്തെത്തി. പിന്നെ ഒരു നെയ്വിളക്കുണ്ട്, ഒരു ചെറിയ നെയ്വിളക്ക് നമ്മൾ കത്തിക്കാറുണ്ട് എപ്പോഴും. അങ്ങനെ നെയ്വിളക്കൊക്കെ കത്തിച്ച് അത് ഭഗവാന്റെ മുന്നിൽ നമ്മൾ വെച്ചു. എന്നിട്ട് അവിടെ വച്ചിരിക്കുന്ന ഓരോ വിളക്കും ഓരോ തിരിയും ഓരോരുത്തരായിട്ട് തെളിയിച്ചു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ നവരാത്രി എന്ന് പറയുന്നത് മോർ ദാൻ എ ഫെസ്റ്റിവൽ, അതൊരു മൈൻഡ് ആൻഡ് ബോഡീനെ റീസെറ്റ് ചെയ്യാനുള്ള ഒരു കോൺസെപ്റ്റാണ്. കാരണം പ്രകൃതി മാറുന്ന ഒരു ടൈമാണ് അല്ലേ. മഴക്കാലം മാറി ഇനിയിപ്പോൾ മഞ്ഞുകാലമാണ് വരാൻ പോകുന്നത്. അപ്പം ഈ മഞ്ഞുകാലത്തേക്ക് നമ്മുടെ ബോഡി ഒന്ന് പ്രിപ്പയർ ആവാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു 9 days നല്ല സാത്വിക ആഹാരവും നല്ല ആഹാരവും കഴിച്ചിട്ട് പിന്നെ നല്ല പ്രേയേഴ്സും ഒക്കെ ചൊല്ലി ഭഗവാനുമായിട്ട് കണക്ട് ചെയ്യാനുള്ളൊരു ടൈമാണ്. എങ്കിലല്ലേ അടുത്ത് വരുന്ന മഞ്ഞുകാലത്ത് നമ്മുടെ ബോഡി നല്ല ഹെൽത്തി ആയിട്ടിരിക്കാൻ വേണ്ടി, നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം കൂടാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ഞങ്ങളും കുറച്ച് മന്ത്രങ്ങളൊക്കെ ചൊല്ലി ലളിതാ സഹസ്രനാമം, ലക്ഷ്മി ശോഭാനം ഒക്കെ ചൊല്ലി തീർന്നപ്പോഴത്തേക്ക് തിരുമേനി വന്നായിരുന്നേ പൂജയ്ക്ക്. അങ്ങനെ നൈവേദ്യം സമർപ്പണം ചെയ്ത് ഒരു ദീപാർത്തിയും കാണിച്ചു കഴിഞ്ഞു. അങ്ങനെ ഇന്നത്തെ രാവിലത്തെ നവരാത്രി പൂജ, അതായത് ഗൊലു പൂജ കഴിഞ്ഞു. വീണ്ടും നവരാത്രി വീഡിയോസും വ്ലോഗ്സും ആയിട്ട് ഇനിയും കാണാം. ബൈ.